Hello DDS in the Pudil Exam, it's me Adis Pichu. Ta-da! My new TV Flipkart order മോശം ഡെലിവറി സർവീസ് എന്ന് തന്നെ പറയാം. കാരണം ഇൻസ്റ്റാളേഷനും ഡെമോയ്ക്കും ആൾക്കാരാ വന്നില്ല. ഈ ടി വിക്ക് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്വിച്ച് വരെ ഉണ്ട് റിമോട്ടിൽ. അമിത പ്രതീക്ഷ വെച്ചിട്ട് ഈ ടി വി ആരും മേടിക്കുന്നത് മിതമായ പ്രതീക്ഷ വെച്ച് മേടിക്കുക, എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഈ വരുന്ന ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയൊരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു അടിപൊളി ടി വിയാണ് ഈ ഐഫാൾക്കാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെ നൈസായിട്ട് ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ വളരെ നൈസാണ്. നിങ്ങൾ കണ്ടില്ലേ, സ്ലിമ്മാണ്. അത്യാവശ്യം ഈ ഒരു റേഞ്ച് വെച്ച് നോക്കിയാൽ തന്നെ വളരെ സ്ലിമ്മാണ്. ഈ ടി വിക്ക് 16 വാട്ട്സിൻ്റെ സ്പീക്കറാണ് വരുന്നത്. അതിൻ്റെ അടിയിലായിട്ട് ഡോൾബി അറ്റ്മോസ് ഉണ്ട് ഈ ടി വിക്ക്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും അതിൻ്റെ സൗണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ സറൗണ്ടിങ് സൗണ്ട് തന്നെ ആയിരിക്കും. ഈ ഒരു ടി വിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇതാണ് യൂസർ മാനുവൽ. അതുപോലെ തന്നെ 1 വർഷം ഇതിന് ഈ ടി വിക്ക് വാറണ്ടി ഉണ്ട് ഓൺലൈനിൽ. ബട്ട് നിങ്ങൾ കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഇതിന് 2 വർഷമാണ്. അതൊരു ഭയങ്കര വലിയ പോരായ്മയാണത്. വാൾമൗണ്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഈ ടി വിയുടെ ഒപ്പം തന്നെ കൊണ്ടുവരും. ഈ ടി വിയുടെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 60 ഹെഡ്സ് ആണ്. 30 അല്ല 60 ഹെഡ്സ് ആണ്. ഈ ഒരു റേഞ്ചിൽ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സംഭവം തന്നെയാണ് 60 ഹെഡ്സിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ. പ്രോസസ്സർ എന്ന് പറയുന്നത് ഡുവൽ കോർ പ്രോസസ്സറാണ് ഈ ടി വിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 768 MB റാമും വരുന്നുണ്ട്, 4 GB റോമും അതുപോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ റിമോട്ട് നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ലാർജ് ആണെങ്കിലും അത്യാവശ്യം കയ്യിലൊക്കെ ഒതുങ്ങാവുന്ന നല്ലൊരു റിമോട്ടാണ്. ഭയങ്കര നൈസ് ഡിസൈൻ എന്ന് പറയാം. പിന്നെ ഞാൻ ഇപ്പോൾ ബാറ്ററി ഒന്ന് ഇടാൻ പോകണം. അപ്പോൾ ഞാൻ ടി വി ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ റീജിയൻ ലാംഗ്വേജ് ഇതൊക്കെ മസ്റ്റാണ്. ഇത് സ്കിപ്പ് ചെയ്തൊന്നും പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ടൈപ്പ്, നിങ്ങൾ ഏത് ഹോട്ട്സ്പോട്ടാണോ ഈ ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് ഒന്ന് അടിച്ചിട്ട് കണക്റ്റ് ആക്കണം. അത് കഴിഞ്ഞാൽ അവർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ വല്ല അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ അവർ നോക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇതൊരു ആൻഡ്രോയിഡ് ടി വി അല്ല, അത് ലിനക്സ് ബേസ്ഡ് ടി വിയാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ടി വി ചാനൽ ഇൻസ്റ്റാളേഷനാണ്. അത് നിങ്ങളുടെ കേബിൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് അനലൈസ് ചെയ്ത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അത് എടുക്കാൻ പോണ്. അതിപ്പോൾ സ്കാനിങ് ആണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ കൊടുത്തിരിക്കുന്നപ്പോൾ ഡിജിറ്റൽ ആണെങ്കിൽ വയർഡ് ആണെങ്കിൽ അതങ്ങനെ വരും. അപ്പോൾ സ്കാനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. അതിപ്പോൾ ഞാൻ USB ഒന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് സെറ്റിങ്സിൽ കാണാം. ഞാൻ ഇപ്പോൾ സെറ്റിങ്സാണ് എത്തിക്കുന്നത് കാണാം. പിക്ചർ, അതുപോലെ തന്നെ അടിയിൽ സൗണ്ടിൻ്റെ അതിൽ നിങ്ങൾക്ക് സൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പാട്ട്, നെറ്റ്വർക്ക് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ സിസ്റ്റം, അതിൻ്റെ അടിയിൽ സപ്പോർട്ട്. അപ്പോൾ ഞാൻ പിക്ചർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിക്ചർ പാനൽ നിങ്ങൾക്ക് മാറ്റാം. ഇപ്പോൾ സ്റ്റേഡിയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മൂവി ആണെങ്കിൽ ബാക്ക് ലൈറ്റൊക്കെ കുറഞ്ഞ് കോൺട്രാസ്റ്റൊക്കെ കൂടി ഒരു പ്രത്യേക രീതിയിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ മൈക്രോ ഡിമ്മിങ് ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മൈക്രോ ആയിട്ടൊരു സംഭവം കാണിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു പിക്ചർ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ കോൺട്രാസ്റ്റൊക്കെ കുറഞ്ഞ് കറക്റ്റ് ഒരു ലെവലിൽ വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലുള്ളതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ കസ്റ്റം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ കളർ ടെമ്പറേച്ചർ നമുക്ക് മാറ്റാം, വാമാക്കാം, കൂളാക്കാം, അതുപോലെ തന്നെ നോർമലാക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. സ്ക്രീൻ മോഡ് എടുക്കുകയാണെങ്കിൽ 16:5 ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഫോർമാറ്റ്. ഇപ്പോൾ ഓരോരോ ഫോർമാറ്റ് നിങ്ങൾക്ക് മാറ്റാം. ഈ റേഷ്യോ നിങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒറിജിനൽ ഉണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ മൂവിയിൽ എങ്ങനെ ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മൂവിയിലിടാൻ പോകണം. മൂവിയിലിട്ടു. അപ്പോൾ നമുക്ക് ഈ സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബാസ് കൂടിയിട്ട് ബാക്കിയുള്ളതൊക്കെ കുറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സിനിമാറ്റിക് ഫീൽ കിട്ടും.
സ്മാർട്ട് ടി വി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഷെയർ ആൻഡ് സീ, അതുപോലെ തന്നെ ടി കാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും ഉണ്ട്. അത് അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടി വി കൺട്രോൾ ചെയ്യാം. പക്ഷെ അത് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു 11 MB എന്ന് തോന്നുന്നു ഡൗൺലോഡ് ചെയ്യണം. സിക്സ്റ്റീൻ വാട്ടിൻ്റെ ഇൻബിൽറ്റ് സ്പീക്കറാണ്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ ടി വിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ A+ ഗ്രേഡ് പാനലാണ് ഈ ടി വിയുടേത്. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 19x1080p വരെയാണ്. iFalcon ആപ്പ് സ്റ്റോറിലൂടെ ആപ്സൊക്കെ ഈ ടി വിയിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ടി വിക്ക് ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. അതുപോലെ തന്നെ 2 HDMI പോർട്ട്, 2 USB പോർട്ടും ഉണ്ട്. ഈ മേളിൽ ആൻറ്റിനയുടെ ഒന്നും കാണാം, അതുപോലെ തന്നെ ലാൻഡ് ലൈനിൻ്റെ ഒന്നും കാണാം, പിന്നെ ഒരു HDMI പോർട്ടും നിങ്ങൾക്ക് കാണാം. പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിലോമീറ്റർ വരുന്നതായിരിക്കും.